നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി വളരെ പ്രധാനപ്പെട്ട എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് മെത്തേഡ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമ്മൾ രണ്ട് മെത്തേഡിനെ വിളിക്കുക, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടോപ്പിക് അങ്ങോട്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്താണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡെന്നും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡെന്നും മനസ്സിലാക്കാൻ പറ്റും. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തിയറി പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡിഫറൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. രണ്ടിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ രണ്ടിൻ്റെയും ബോക്സ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം, ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് തിയറിയിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ തിയറി എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, തുടങ്ങാം. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും, ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, സമീർ, യാസ്മിൻ, ഇങ്ങനെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. രണ്ടാളും ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 15 ലക്ഷം സമീർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, 10 ലക്ഷം യാസ്മിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ രണ്ട് എമൗണ്ടും ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ലാബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അത് തിരിച്ചു കൊടുക്കണം. പിന്നെ ദേ എഗ്രി, അവർ തീരുമാനം എടുക്കുകയാണ്. എന്താ തീരുമാനം എടുക്കുന്നത്? ടു ഷെയർ പ്രോഫിറ്റ് വീതിക്കാൻ വേണ്ടിയിട്ട്. ഏത് റേഷ്യോയിലാണ് വീതിക്കുക? 3:2. അതായത് ടോട്ടൽ 5 ഭാഗത്തിൽ 3 ഭാഗം ആർക്കാണ്? 3:2 എന്ന് പറയുമ്പോൾ അറിയാലോ, 3:2. ടോട്ടൽ പ്രോഫിറ്റ് 5 ആണെങ്കിൽ അതിൽ 3 ഭാഗം നമ്മുടെ സമീറിനും 2 ഭാഗം യാസ്മിനും. ആദ്യം പറഞ്ഞ ആളാണ് 3, പിന്നെ പറഞ്ഞ ആൾക്ക് 2. അങ്ങനെ 3:2 നമ്മൾ ഡിവൈഡ് ചെയ്യും. പിന്നെ ഷോ നമ്മളോട് കാണിക്കാൻ പറയാണ്, ഹൗ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. താഴെ ഒരുപാട് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. വിൽ ബി റെക്കോർഡഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങനെ നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നോക്കാം നമുക്ക്. ഇവിടെ ക്യാപിറ്റൽ ഫിക്സ്ഡ് ആവുമ്പോൾ എങ്ങനെയാണ്? ഫിക്സ്ഡ് ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിനേക്കാളും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ചോദിച്ചാൽ അത് എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലക്ച്വേറ്റിംഗ് വരച്ചോളാം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നമുക്ക് നോക്കാം. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എപ്പോഴാണ് ആ വർഷം അവസാനിക്കുന്നതെന്നോ എപ്പോഴാണ് ആ വർഷം തുടങ്ങുന്നതെന്നോ നോക്കണം. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എല്ലാ വർഷവും മാർച്ച് 31. എല്ലാ വർഷവും മാർച്ച് 31 മാർച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 31 മാർച്ചിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫിനാൻഷ്യൽ ഇയർ ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ക്വസ്റ്റ്യനുള്ളത് നോക്കാം. ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കറക്റ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ, അതൊക്കെ പൊട്ടിക്കാൻ പറ്റിയ, വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സാമിന് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആർ യു റെഡി? സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്. ഓൾറെഡി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സമീർ 15 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, യാസ്മിന് 10 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ അഡീഷണലായിട്ട് വീണ്ടും പൈസ ഇറക്കുകയാണ്. ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ഇറക്കാം. അങ്ങനെ അഡീഷണൽ ക്യാപിറ്റൽ ആര് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്? സമീർ 3 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ സമീറിന് നമ്മളിപ്പോൾ എത്ര രൂപ തിരിച്ചു കൊടുക്കാനായി? ഈ 3 ലക്ഷവും മുമ്പ് കോൺട്രിബ്യൂട്ട് ചെയ്ത 15 ലക്ഷം അടക്കം എത്ര രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്? 18 ലക്ഷം തിരിച്ചു കൊടുക്കാനായി അല്ലേ. പിന്നെ യാസ്മിൻ അഡീഷണൽ ആയിട്ട് 2 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ യാസ്മിൻ നേരത്തെ 10 ലക്ഷം ഇറക്കിയിട്ടുണ്ട്, നമ്മൾ മേലെ വായിച്ചു. 2 ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യാസ്മിൻ എത്ര രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും? 12 ലക്ഷം തിരിച്ചു കൊടുക്കണം. ഇത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആവാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ലാബിലിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ടത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ്, ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കാനുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ജൂലൈ 1, 2014. ജൂലൈ 1, 2014. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിൽ 1-നാണ്. എന്നാൽ ഇവർ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജൂലൈ 1-നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് കോൺട്രിബ്യൂഷൻ നടക്കുന്നത്. സോ ആ ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടാവുക അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ടല്ലേ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏപ്രിലിൽ തുടങ്ങേണ്ട ബിസിനസ് തുടങ്ങി
ജൂലൈ 1 ആയപ്പോഴാണ് കോൺട്രിബ്യൂഷൻ നടക്കുന്നത്. സോ 3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ പൈസ ഇറക്കുന്നത്. അപ്പോൾ ബാക്കി ഇനി 9 മാസമല്ലേ ആ ക്യാപിറ്റൽ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 9 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി ഡിസ്കസ് ചെയ്തു. ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടവർക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ ഇറക്കിയ പൈസൻ്റെ മുകളിൽ ഓണർക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസാണ്. അപ്പോൾ ഓണർക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ ലാബിലിറ്റി എന്നാണല്ലോ ഇത്രയും നേരം പറഞ്ഞ്. പിന്നെ എങ്ങനെ ഇതൊരു എക്സ്പെൻസായി? ഞാൻ പറഞ്ഞു ഓണർ ഇറക്കിയ പൈസ അതന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ലാബിലിറ്റി, ഇറക്കിയ കോൺട്രിബ്യൂഷൻ തിരിച്ചു കൊടുക്കുമ്പോൾ ലാബിലിറ്റി. എന്നാൽ അതിനേക്കാളും കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ബിസിനസ്സിന് എക്സ്പെൻസാണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഒക്കെ എക്സ്ട്രാ കൊടുക്കേണ്ട എമൗണ്ട് ആണ്. സോ ഇതൊരു എക്സ്പെൻസാണ്. ക്ലിയർ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓണർ ഇറക്കിയ ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര പെർസെൻറ്റേജാണ്? 5% സെമീറിന് കൊടുക്കണം, 5% യാസ്മിനും കൊടുക്കണം. 5% എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു വർഷത്തേക്കായിരിക്കും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ് ഈ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സിൻ്റെ കേസിൽ വരുമ്പോൾ ഡ്യൂറിങ് 2014-15 ഈ വർഷം ഡ്രോയിങ്സ് പൈസ പിൻവലിച്ചിട്ടുണ്ട് അല്ലേ? എത്ര രൂപ പിൻവലിച്ചു? 30,000 രൂപ പിൻവലിച്ചു. അതുപോലെ സെമീർ 30,000 പിൻവലിച്ചു, യാസ്മിൻ 20,000 പിൻവലിച്ചു. ഇത് ബിസിനസ്സിന് ഒരു നഷ്ടമാണോ? അല്ല. അവർ ഇറക്കിയ പൈസയാണ് പിൻവലിക്കുന്നത്. ഇറക്കിയ പൈസ പിൻവലിക്കുമ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമൊന്നുമല്ല. ക്ലിയർ? അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫണ്ട് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് മാത്രം. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ പിൻവലിച്ച പൈസ ഉണ്ടല്ലോ, ഡ്രോയിങ്സ് ഉണ്ടല്ലോ, മേലെ പറഞ്ഞല്ലോ, അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് തരണം. അതൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ? 1,800 രൂപ സെമീറും തരണം, അതേപോലെ 1,200 രൂപ ആരും തരണം? നമ്മുടെ യാസ്മിനും തരണം. നമുക്ക് ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ കൃത്യമായിട്ട് പറയാം. സാലറി കൊടുക്കാനുണ്ട്. സാലറി നമ്മൾ കൊടുക്കുന്നത് സെമീറിന് മാത്രമാണ്. അതെന്തുകൊണ്ടായിരിക്കും സെമീറിന് മാത്രം സാലറി വരിക? സെമീർ ആയിരിക്കും അവിടുത്തെ പാർട്ണർഷിപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക, ഒരു വർക്കിംഗ് പാർട്ണർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാലറി കൊടുക്കുന്നു. കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. സെമീറിന് 10,000 കമ്മീഷൻ ഉണ്ട്, യാസ്മിന് 7,000 കമ്മീഷൻ ഉണ്ട്. ഇതൊക്കെ ബിസിനസ് എക്സ്ട്രാ കൊടുക്കണം. അതുകൊണ്ട് ബിസിനസ്സിന് ഇതൊക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്. പിന്നെ ഷെയറിൽ ലോസ്. ബിസിനസ്സിന് ലോസ് ഉണ്ട്, ആ ലോസ് അവർ ഏറ്റെടുക്കണം. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിച്ചിട്ടുള്ളൂ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല. കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യാം. സെറ്റല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് തുടങ്ങുമ്പോൾ 2 അക്കൗണ്ട് വരയ്ക്കണം. 2 അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അക്കൗണ്ടാണ്? ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേര് കറൻറ്റ് അക്കൗണ്ട്. ഇങ്ങനെ 2 അക്കൗണ്ട് നമ്മൾ വരയ്ക്കണം ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ. സോ എങ്ങനെയാണത് ട്രീറ്റ് ചെയ്യാമെന്ന് നമുക്ക് പറയാം. ഫ്ലക്ച്വേറ്റിംഗ് ഫിക്സ്ഡ് പഠിച്ച ഒരാൾക്ക് ഫ്ലക്ച്വേറ്റിംഗ് എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ മാറ്റം മാത്രം മനസ്സിലാക്കി വെച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് പഠിച്ചാൽ മറ്റേത് കിട്ടുമെന്നർത്ഥം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഞാനിവിടെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൃത്യമായിട്ടത് ശ്രദ്ധിച്ചോളുക, മനസ്സിലാക്കിക്കോളുക. എൻ്റെ കൂടെ തന്നെ പ്രസൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. നമ്മളിങ്ങനെ എവിടെയെങ്കിലും കിടന്നിട്ട് ഇങ്ങനെ വീഡിയോ കാണാണ്ട് എൻ്റെ കൂടെ തന്നെ ഒപ്പം ഇരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് എന്ത് ചെയ്യാം, ഒരുമിച്ച് സെറ്റാക്കിയിട്ട് മുന്നോട്ട് പോകാം. റെഡി? യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, ഞാനൊരു പുതിയ പേജ് എടുത്തു. ഹെഡിങ് കൊടുക്കുകയാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് വരയ്ക്കണം. ഒന്ന് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 പാർട്ണേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. നമ്മൾ ആദ്യം പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് വരയ്ക്കാൻ പോണത്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ണേഴ്സ് കറൻറ്റ് അക്കൗണ്ടും എന്താണ് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഞാനിത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാ ഇവിടെ അതിൻ്റെ ഫോർമാറ്റൊക്കെ ഉണ്ട്. നിങ്ങളിതിലേക്ക് നോക്കണ്ട, ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ക്ലിയർ? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ഫോർമാറ്റ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റ് കോളം അല്ലേ? ഡേറ്റ് കോളം വേണം. പിന്നെ നമുക്കൊരു പർട്ടിക്കുലേഴ്സിൻ്റെ കോളം വേണം. പർട്ടിക്കുലേഴ്സ്,
പിന്നെ നമ്മൾ ഇതൊക്കെ ലെഡ്ജർ ഫോർമാറ്റ് ആണ്, അതുകൊണ്ട് നമ്മളൊരു LFൻ്റെ കോളം വരയ്ക്കും. LF അല്ല, സോറി, JF എന്നുള്ള കോളം വരയ്ക്കും. നമുക്ക് ആ കോളം നിർബന്ധമൊന്നുമില്ല, അത് വരയ്ക്കണമെന്നില്ല. നെക്സ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് എമൗണ്ട് കോളം. ഇപ്പോൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, അങ്ങനെ 3 കോളം കൊടുത്താൽ മതി നമ്മൾ കേട്ടോ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പിന്നെ ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സിൻ്റെ കോളം, എമൗണ്ടിൻ്റെ കോളം. ഇത്രയാണ് നമ്മൾ കോളമായിട്ട് എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്, സെറ്റാക്കേണ്ടത് ഫോർമാറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ എങ്ങനെ തുടങ്ങും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വേണം ചിന്തിക്കാൻ, അല്ലേ? ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഓണർ ഇറക്കുന്ന പൈസയൊക്കെ ലാബിലിറ്റി. ഓണർ ഇറക്കിയ പൈസ തിരിച്ചു കൊടുക്കണം, അത് ലാബിലിറ്റിയാണ്. ഇറക്കാത്ത പൈസ ബിസിനസ് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസാണ്. ആ ഒരു മൈൻഡിൽ എപ്പോഴും ആ കാര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഓണർ ഇറക്കിയ പൈസ എന്താ നോക്കാം നമുക്കിവിടെ. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ നമുക്കറിയാം സമീർ 15 ലക്ഷം ഇറക്കി. ഇത് തുടങ്ങുമ്പോഴുള്ള ബാലൻസാണ്, അല്ലേ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് തുടങ്ങുമ്പോഴുള്ള ബാലൻസ് ആണ്. ഇതിന് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് വിളിക്കുക. തുടങ്ങുമ്പോൾ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. സോ നമുക്കൊരു എപ്പോഴും കൺഫ്യൂഷൻ വരിക, ഇതിവിടെ 2 സൈഡ് ഉണ്ട്. ഈ സൈഡിനെ ഡെബിറ്റ് എന്നും വിളിക്കും, ഈ സൈഡിനെ ക്രെഡിറ്റ് എന്നും വിളിക്കും. എവിടെ തുടങ്ങും? ഇതാണ് ഒരു കൺഫ്യൂഷൻ. ഓപ്പണിംഗ് ബാലൻസ് മേലെയാണ് എഴുതുകയെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇത് എവിടെ, ഏത് സൈഡ് സ്റ്റാർട്ട് ചെയ്യും, അതൊരു കൺഫ്യൂഷനാണ്. ഒന്നുമില്ല, മുതലാളി ഇറക്കിയ പൈസ, പാർട്ണർ ഇറക്കിയ പൈസ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാനുള്ള പൈസയൊക്കെ ലാബിലിറ്റി. ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വേണം ചിന്തിക്കാൻ. ലാബിലിറ്റി വന്ന ക്രെഡിറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, +1 മുതലേ പഠിക്കുന്ന. ലാബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ്. അപ്പോൾ ഒന്നും ആലോചിക്കാനില്ല, ക്രെഡിറ്റിൽ എഴുതാം. അപ്പോൾ മുതലാളി ഇറക്കിയ പൈസ നമ്മൾ ക്രെഡിറ്റിൽ എഴുതാണ്. ഇവിടെ ഡേറ്റ് നോക്കുമ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടും. ഇവിടെ ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റ് എന്നായിരിക്കും 1-ാം തീയതി ആയിരിക്കില്ലേ? 1-ാം തീയതി 1/4 അല്ലേ? ഏപ്രിലല്ലേ സ്റ്റാർട്ട് ചെയ്യുക? 2014 14-15 നമ്മുടെ വർഷം. അതുകൊണ്ട് 2014 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിവിടെ എഴുതുമ്പോൾ എപ്പോഴും ഒരു ബൈ ഇട്ടിട്ടാണ് എഴുതുക. ബൈ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസിനെ BD എന്ന് വിളിക്കും, ബ്രോഡ് ഡൗൺ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ്, ഇവിടെ നമ്മൾ എമൗണ്ട് കോളം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ 2 പാർട്ട്നേഴ്സ് ഉണ്ടല്ലേ, 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ 2 പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? കോളം വരയ്ക്കണം. ഓക്കെ, 2 പാർട്ട്നേഴ്സിനുള്ള കോളം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. അപ്പോൾ ഞാൻ നേരത്തെ വിട്ടുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 കോളം വരയ്ക്കണം. അതായത് ഒരു കോളം സമീറിൻ്റെ കോളമാണ്. 2 ആളുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരാൾ അടി ഉണ്ടാക്കില്ലേ? മറ്റേ ആളാരാണ്? യാസ്മിനാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പുറത്തും അതേപോലെ എന്ത് ചെയ്യും? സമീറിൻ്റെ ഒരു കോളം വരയ്ക്കണം, അതേപോലെ യാസ്മിൻ്റെ കോളം വരയ്ക്കണം. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് ഒരുപാട് സമയം എടുക്കും. നമ്മൾ അങ്ങനെ ഒന്നും എക്സാമിൽ ചെയ്യേണ്ട. 2 കോളം കൊടുത്താൽ മതി. എമൗണ്ട് കോളത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവർക്ക് വീതിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സമീർ എത്ര രൂപ ഇറക്കി മക്കളെ? ഓപ്പണിംഗ് ബാലൻസ് 10 ലക്ഷം അല്ലേ? അത് നമ്മളിവിടെ എഴുതി. സിമ്പിൾ, 10 ലക്ഷം. സമീർ 10 ലക്ഷമാണോ 15 ലക്ഷമാണോ? സമീർ 15 ലക്ഷം അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. സമീർ 15 ലക്ഷം. യാസ്മീനാണ് എത്ര ഇറക്കിയത്? 10 ലക്ഷം ഇറക്കിയത്. യെസ്, ഇങ്ങനെ നമ്മൾ എഴുതി വെക്കണം. ക്ലിയർ? നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കേണ്ടത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തോ എന്നുള്ളതാണ്. അഡീഷണൽ ആയിട്ട് ഇവിടെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. നോക്കിയേ, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്. അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സമീർ എത്ര ഇറക്കി? 3 ലക്ഷം. യാസ്മിൻ എത്ര ഇറക്കി? 2 ലക്ഷം. ഇത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതണം. അപ്പോൾ ഇറക്കുന്ന ഡേറ്റ് ക്വസ്റ്റ്യനുണ്ട് 1/7/2014. അപ്പോൾ ഒരു സംശയം, ഇതെന്തുകൊണ്ടാണ് ഈ സൈഡിൽ എഴുതണമെന്നുള്ള. ഇതെന്തുകൊണ്ടാണ് ഈ സൈഡിൽ എഴുതണമെന്ന് വെച്ചാൽ, ഇറക്കുന്ന പൈസയൊക്കെ ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ലാബിലിറ്റി ആണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. സോ നമ്മൾ ഈ സൈഡിലാണ് എഴുതുക ലാബിലിറ്റീസൊക്കെ. നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഒരു ഓണർ ബിസിനസ്സിലേക്ക് പൈസ ഇറക്കുമ്പോൾ, ഒരു ഓണർ അല്ലെങ്കിൽ ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് പൈസ ഇറക്കുമ്പോൾ നമ്മളിത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ബാങ്കിലെ പൈസ കൂടും. മക്കളെ, ബാങ്ക് അസറ്റാണ് അല്ലേ? ബാങ്കിലെ പൈസ കൂടും, ബാങ്ക് ഡെബിറ്റ്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ഒരു ഓണർ ബിസിനസ്സിലേക്ക് പൈസ അഡീഷണൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാം, അഡീഷണൽ കോൺട്രിബ്യൂഷനൊക്കെ ഇവിടെ ബൈ ബാങ്ക് എന്നിട്ടാൽ മതി. അഡീഷണൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷനൊക്കെ എന്തിട്ടാൽ മതി? ബൈ ബാങ്ക്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പൈസ എവിടേക്ക് വരികയാണ്?
ബാങ്കിലേക്ക് വരികയാണ്. അഡീഷണൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പൈസ ബാങ്കിലേക്ക് വരില്ലേ, അപ്പോൾ ബാങ്കിലേക്ക് വരികയാണ്. ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സമീർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? സമീർ 3 ലക്ഷവും യാസ്മിന് 2 ലക്ഷമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. സോ ഞാനിവിടെ എഴുതാണ്, സമീർ ബാങ്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് 3 ലക്ഷം, യാസ്മിൻ ബാങ്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് 2 ലക്ഷം. ഇതെന്തുകൊണ്ട് അവിടെ ബൈ ബാങ്ക് എന്ന് എഴുതിയത് അറിയോ? ഇവിടെ നോക്കിക്കോ, വളരെ ഈസിയാണിത് പഠിക്കാൻ. ഇവിടെ നോക്കുക, 2 ലക്ഷം രൂപ യാസ്മിൻ തന്നു. എവിടേക്ക് തന്നു? ബാങ്കിലേക്ക്. എന്തായിട്ട്? അഡീഷണൽ ക്യാപിറ്റലായിട്ട്. എന്ന് 1-ാം തീയതി 7-ാം മാസം. അതെന്താണ്ട് ഈ സൈഡിൽ വന്നത്? ലാബിലിറ്റി. ക്ലിയർ? സിമ്പിൾ. അതേപോലെ 3 ലക്ഷം രൂപ സമീർ തന്നു. ഇതെവിടേക്ക് വന്നു? ബാങ്കിലേക്ക്. അഡീഷണലായിട്ട് ഇറക്കിയ പൈസ 1-ാം തീയതി ജൂലൈ മാസം. ഈ പൈസ സമീർ തന്നു, അതുകൊണ്ട് ക്രെഡിറ്റിൽ ലാബിലിറ്റി തിരിച്ചു കൊടുക്കണം, സമീറിന് തന്നെ തിരിച്ചു കൊടുക്കണം. യാസ്മിൻ 10 ലക്ഷം തന്നു, സമീർ 15 ലക്ഷം തന്നു. ഇത് തുടങ്ങുമ്പോൾ ഉണ്ട്, അതുകൊണ്ട് ബാലൻസ് 1-ാം തീയതി തന്നെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ട്. ക്ലിയർ? വെരി ഈസി, ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് ആയതുകൊണ്ടാണ് ലാബിലിറ്റി സൈഡിൽ വരുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്? നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഓണർ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയാൽ മതി. ബാക്കി എല്ലാ ട്രാൻസാക്ഷനും ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ എവിടെയാണ് എഴുതാമെന്നറിയോ? കറൻറ്റ് അക്കൗണ്ടിലാണ് എഴുതുക. അപ്പോൾ ക്യാപിറ്റൽ ഡയറക്റ്റ് ആയിട്ട് അവർ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, ഇത് മാത്രം നമ്മൾ എവിടെ എഴുതിയാൽ മതി? ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയാൽ മതി ഈ ക്വസ്റ്റ്യനിൽ. ബാക്കിയെല്ലാം നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റണം? കറൻറ്റ് അക്കൗണ്ടിലാണ് എഴുതുക. ക്ലിയർ? യെസ്. അപ്പോൾ നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ബാലൻസ് ചെയ്യുക? ആദ്യം 2 സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യാം. 2 സൈഡ് നമ്മൾ വരയ്ക്കുക. എമൗണ്ട് കോളത്തിൻ്റെ 2 സൈഡ്. ഇതിൽ ഏതാണോ വലുത് ആ വലുത് നമ്മൾ 2 സൈഡിൽ എഴുതണം. ഇതിലേതാ വലുത്? 2 സൈഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം സമീറിൻ്റെ ക്ലോസ് ചെയ്യാം കേട്ടോ. സമീറിനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു 15 ലക്ഷം ഉണ്ട്, ഇവിടെ ഒരു 3 ലക്ഷം ഉണ്ട്. എത്ര രൂപ സമീറിന് കൊടുക്കാനുണ്ട്? 18 ലക്ഷം. ഇത് ക്രെഡിറ്റിലാണ്, ലാബിലിറ്റി. ഈ സൈഡിലും അതേ എമൗണ്ട് എഴുതി വെക്കുക. 2 സൈഡിലും സെയിം എമൗണ്ട് എഴുതി വെക്കുക. ഇപ്പുറത്തെ സൈഡിൽ വലുത് നോക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ 18 ലക്ഷം തന്നെ ഇവിടെ ഡിഫറൻസ് ആയിട്ട് വരും അല്ലേ? ഇവിടെ ബാലൻസ് ഒന്നുമില്ല, അതായത് കുറയ്ക്കാനൊന്നുമില്ല. അതിൻ്റെ അർത്ഥം 18 ലക്ഷം തന്നെ എപ്പോഴും തിരിച്ചു കൊടുക്കാനുണ്ട്. മക്കളെ, ഇത് നമ്മൾ ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്യൽ ലാസ്റ്റ് ഡേറ്റ് ആണ് 31-ാം തീയതി. ഏത് മാസം? 3-ാം മാസം. ഏത് വർഷം? 2015. അതായത് ക്ലോസിംഗ് ഡേറ്റ്, നമ്മുടെ കമ്പനി ലാസ്റ്റ് ഡേറ്റ്, ഒരു വർഷം അവസാനിക്കുന്ന ഡേറ്റ്. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതണമെന്നറിയോ? ഇവിടെ എഴുതുമ്പോൾ 2 എന്ന് എഴുതുക. ബാലൻസ് ആണ് അല്ലേ? ലാസ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് C⁻D എന്ന് എഴുതും. ഈസി അല്ലേ ഇത്? വളരെ സിമ്പിൾ അല്ലേ ഇത് സോൾവ് ചെയ്യാൻ? നെക്സ്റ്റ് അപ്പുറത്ത് നോക്കാം നമുക്ക്. ഇവിടെ 10 ലക്ഷം 2 ലക്ഷം എത്ര ഉണ്ടാവും? 12 ലക്ഷം. ഈ 12 ലക്ഷം തന്നെ നമ്മളിവിടെ എഴുതി വെക്കുക. വേറെ ഒന്നും കുറക്കാനില്ലാത്തതുകൊണ്ട് 12 ലക്ഷം ഇപ്പോഴും നമ്മൾ ആർക്ക് കൊടുക്കാനുണ്ട്? നമ്മുടെ യാസ്മിന് കൊടുക്കാനുണ്ട്. 18 ലക്ഷം നമ്മുടെ സമീറിന് കൊടുക്കാനുണ്ട്. ഈ 2 ട്രീറ്റ്മെൻറ്റേ നമ്മൾ എവിടെ എഴുതുള്ളൂ? ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുള്ളൂ. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത അക്കൗണ്ട് വരയ്ക്കാൻ പോവുകയാണ്, പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട്. അതും കൂടെ വരച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ എന്ത് കംപ്ലീറ്റ് ആവുക? ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കാനുണ്ട്. പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കാനുണ്ട്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇനി ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ എടുക്കാത്തത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കാനുണ്ട് അല്ലേ? നെക്സ്റ്റ് ഡ്രോയിങ്സ് ട്രീറ്റ് ചെയ്യാനുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ട്രീറ്റ് ചെയ്യാനുണ്ട്, സാലറി ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, ലോസിൻ്റെ ഷെയർ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണിത് കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത് മനസ്സിലാക്കിക്കോളുക. ആദ്യം എങ്ങനെ ഇത് തുടങ്ങുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കാൻ പോവുകയാണ്. പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അതേ ഫോർമാറ്റാണ്, ഫോർമാറ്റിലൊന്നും മാറ്റില്ല. അപ്പോൾ അതേ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് വരയ്ക്കാം. പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ഞാൻ ഫോർമാറ്റ് വരയ്ക്കുകയാണ്. ഫസ്റ്റ് ഡേറ്റ് കോളം, പിന്നെ ഒരു പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ JFൻ്റെ കോളം വരയ്ക്കാം, പിന്നെ നമുക്ക് സമീറിൻ്റെ ഒരു കോളം,
പിന്നെ യാസ്മിൻ്റെ കോളം, പിന്നെ അതേപോലെ ഡേറ്റ് കോളം, ഒരു ഡേറ്റ് കോളം വരയ്ക്കണം നമ്മൾ. അതേപോലെ നമ്മൾ എന്ത് വരയ്ക്കണം, പർട്ടിക്കുലേഴ്സ് കോളം വരയ്ക്കണം. പിന്നെ സമീറിൻ്റെ കോളം, യാസ്മിൻ്റെ കോളം. അപ്പോൾ ഫോർമാറ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഫോർമാറ്റ് കംപ്ലീറ്റ് ചെയ്യാം, ഫോർമാറ്റിനുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡേറ്റ് എഴുതി കേട്ടോ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, പിന്നെ ഒരു സമീറിൻ്റെ ഒരു കോളം വേണം. പിന്നെ യാസ്മിൻ്റെ ഒരു കോളം. അതേപോലെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, പിന്നെ സമീറിൻ്റെ ഒരു കോളം, പിന്നെ യാസ്മിൻ്റെ ഒരു കോളം. നമുക്ക് വളരെ സിമ്പിളായിട്ട് കറണ്ട് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെയാണിത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം, ശ്രദ്ധിക്കാം. എന്തൊക്കെ എടുക്കാത്ത ഐറ്റംസ് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് നോക്കിക്കോണേ, ഇവിടെ കുറച്ച് കാൽക്കുലേഷനൊക്കെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ് എന്താണെന്ന് അറിയോ, പാർട്ണേഴ്സിന് കൊടുക്കാനുള്ളതൊക്കെ പാർട്ണേഴ്സിൻ്റെ ക്രെഡിറ്റിൽ എഴുതാം. കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ലാബിലിറ്റി പോലെ കാണിക്കും. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എക്സ്പെൻസാണ്, എക്സ്ട്രാ പോണ പൈസയാണ്. പക്ഷെ അത് ആർക്ക് കൊടുക്കാനുള്ളതാണ്, പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള. നിങ്ങളൊരു കാര്യം പഠിച്ചാൽ മതി, പാർട്ണേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ ഈ സൈഡിൽ എഴുതും, പാർട്ണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറക്കാനുള്ളതൊക്കെ ഈ സൈഡിൽ എഴുതും. പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൂടിയെന്നാണ്. അത് ഡെബിറ്റ് ആവാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാളിൽ നിന്ന് കുറക്കാമെന്നാണ്. അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തുതരാം, ഓരോ ഐറ്റംസ് വെച്ച് ക്ലിയർ ചെയ്തുതരാം. ആദ്യം പഠിക്കേണ്ട പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. മക്കളെ, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബൈറ്റ് എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതെന്തുകൊണ്ടാണ് ഈ സൈഡിൽ എഴുതണേ, ഇത് പാർട്ണേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ ക്രെഡിറ്റിലാണ് കാണിക്കുക. ക്ലിയർ? യെസ്. ഇവിടെ നമുക്ക് നോട്ട് 1 എന്ന് കൊടുക്കാം. കാരണം എന്താണെന്ന് അറിയാമോ, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ താഴെ അത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ താഴെ നോട്ട് 1 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്യും. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങളിത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നോട്ട് എഴുതണം. സോ നോട്ട് 1 ഞാൻ താഴെ കൊടുത്തു കേട്ടോ. ഈ നോട്ട് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നമുക്ക് എന്താ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ എന്താ ഹെഡിങ് കൊടുക്കേണ്ടത്, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഞാനത് ഹെഡിങ് ആയിട്ട് കൊടുക്കുകയാണ്, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനാണ് മക്കളെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നോക്കിക്കോളുക എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. 2 പാർട്ണേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്, സമീറും ഉണ്ട്, പിന്നെ ആരാണ്, യാസ്മിനും ഉണ്ട്. നമുക്ക് ആദ്യം സമീറിൻ്റെ കമ്പ്യൂട്ട് ചെയ്യാം. സമീറിൻ്റെ ക്യാപിറ്റൽ എത്ര, സമീറിൻ്റെ ക്യാപിറ്റൽ ക്വസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എത്രയാണ് സമീറിൻ്റെ ക്യാപിറ്റൽ, 15 ലക്ഷം അല്ലേ. തുടങ്ങുന്ന സമയത്ത് സമീറിൻ്റെ കയ്യിലുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ, സമീറിന് കൊടുക്കാനുള്ള പൈസ എത്രയാണ് മക്കളെ, 15 ലക്ഷം. ഇതിൻ്റെ മേലെ എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുക, ഇത് തുടങ്ങുമ്പോൾ തന്നെ അല്ലേ നോക്കാം. ഇത് തുടങ്ങണ ക്വസ്റ്റ്യനിൽ തുടങ്ങണ സമയത്ത് തന്നെ നമുക്ക് തന്നതല്ലേ, ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിനർത്ഥം എന്താണ്, 12 മാസവും ആ പൈസ അവിടെ ഉണ്ട് എന്നാണ്. എന്താ പറഞ്ഞതിനർത്ഥം, മുതലാളി സമീർ എന്ന് പറയുന്ന ആൾ തുടങ്ങുമ്പോൾ തന്നെ പൈസ ഇറക്കിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ 12 മാസത്തേക്കും ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ. 12 മാസവും ആ പൈസ, 12 മാസത്തേക്ക് ആ പൈസ അവിടെ ഉണ്ടെങ്കിൽ ആ 12 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ. ഒരു വർഷത്തെ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ക്വസ്റ്റ്യൻ ഉണ്ട്, എത്രയാണ്, 5% ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, 5% ആണ്. സോ 5% എന്ന് പറയുമ്പോൾ അതൊരു വർഷത്തേക്കാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ, ശ്രദ്ധിക്കുക. 15 ലക്ഷം അതിൻ്റെ 5% എത്ര ഉണ്ടാവും, 15 ലക്ഷത്തിൻ്റെ 5% നമുക്കത് കമ്പ്യൂട്ട് ചെയ്യണം. എത്രയാണ് 15 ലക്ഷത്തിൻ്റെ 5% വരിക. അപ്പോൾ 15 ലക്ഷത്തിൻ്റെ 5% നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 75,000 അല്ലേ, 75,000. ഈ 75,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നെക്സ്റ്റ് സമീറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തീരുമാനമാക്കാനായിട്ടില്ല. സമീർ അവിടെ ഒരു 3 ലക്ഷം എക്സ്ട്രാ ഇറക്കിയിട്ടുണ്ടല്ലേ. ആ 3 ലക്ഷം അഡീഷണലായിട്ട് സമീർ ഇറക്കിയിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ മക്കളെ, ഒരു 3 ലക്ഷം കൂടെ സമീർ അഡീഷണലായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഇറക്കിയ ഡേറ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. 1/7/2014 ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ വർഷം അവസാനിക്കുന്ന ഡേറ്റ് ഏതാ, 31 മാർച്ച് ആണല്ലേ. നമ്മുടെ വർഷം തുടങ്ങുന്ന ഡേറ്റ് ഏതാ, April 1 ആണല്ലേ.
അപ്പോൾ ഏപ്രിലിലും ഇറക്കിയിട്ടില്ല, അഡീഷണൽ ക്യാപിറ്റലാണ് ഞാൻ പറയുന്നത്. മെയ്യിൽ ഇറക്കിയിട്ടില്ല, ജൂണിൽ ഇറക്കിയിട്ടില്ല, ജൂലൈ 1. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ മതി. 9 മാസം ഉണ്ടാവും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 9 മാസം. ആ 9 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി ഈ പൈസക്ക്. കാരണം എന്താ, ഈ 3 ലക്ഷം അഡീഷണൽ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ക്യാപിറ്റൽ ഇറക്കിയ ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. ആ 3 ലക്ഷത്തിൻ്റെ 5% മുഴുവൻ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. അതൊരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിന് 9 മാസത്തേക്ക് മാറ്റിയിട്ട് വേണം കൊടുക്കാൻ. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ? വെരി സിമ്പിൾ. 3 ലക്ഷം രൂപയാണ് അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ. അതിൻ്റെ 5% ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആവും. അത് ഫുള്ള് കൊടുക്കണോ? വേണ്ട. അപ്പോൾ ഇതെത്രയെന്ന് ആദ്യം കണ്ടുപിടിക്കാം. 3 ലക്ഷത്തിൻ്റെ 5% 15,000. ഈ 15,000 മുഴുവൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ 15,000 എന്ന് പറഞ്ഞാൽ 12 മാസത്തേക്കാണ്. അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതെന്താ, 15,000 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടും, 1250 കിട്ടും. അപ്പോൾ നമുക്ക് 1250 കിട്ടി. അതിനെ 9 കൊണ്ട് ഗുണിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ പഠിച്ച രീതി ഇങ്ങനെ ആയിരിക്കും. 15,000/12 × 9 അല്ലെങ്കിൽ × 9/12 ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ × 9 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 11,250 കിട്ടും. ഇതാണ് ശരിക്കുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ സെമീറിന് എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം? ഈ കാൽക്കുലേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. 75,000 രൂപയും കൊടുക്കണം, അതേപോലെ ഈ 11,250 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മൊത്തം കൊടുക്കാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ 86,250 രൂപയായിരിക്കും. 86,250 ഞാൻ ഇവിടെ എഴുതാണ്. സെമീറിന് 86,250 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുള്ളത്. ക്ലിയർ അല്ലേ പോയിൻ്റ്? നെക്സ്റ്റ് നമ്മുടെ യാസ്മിനാണ്. യാസ്മിൻ്റെ കേസ് ഞാൻ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. യാസ്മിൻ്റെ കേസിലേക്ക് വരുമ്പോൾ യാസ്മിൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ മക്കളെ 10 ലക്ഷമാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് പോയി നോക്കാം. എത്രയാണ് യാസ്മിൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇതാ തുടക്കത്തിലുള്ളത് 10 ലക്ഷം. ഈ 10 ലക്ഷത്തിന് 5% മുഴുവൻ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇങ്ങനെ തുടങ്ങുമ്പോഴേയുള്ള ബാലൻസാണ്, ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ 5% ആ 10 ലക്ഷത്തിന് മുഴുവൻ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാനത് ചെയ്യാണ്. 10 ലക്ഷം × 5%. 10 ലക്ഷം × 5% എത്ര ഉണ്ടായിരിക്കും? 10 ലക്ഷം × 5% നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 50,000. ഈ 50,000 നമ്മൾ എന്തായാലും ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. അതിന് പുറമേ അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റലും കൂടെ ആരെ ഇറക്കിയിട്ടുണ്ട്? നമ്മുടെ യാസ്മിൻ ഇറക്കിയിട്ടുണ്ട് അല്ലേ? അഡീഷണൽ ക്യാപിറ്റൽ 2 ലക്ഷമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ലക്ഷം ശരിയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് 2 ലക്ഷമാണ് നമ്മൾ ആരിറക്കിയ അഡീഷണൽ ക്യാപിറ്റൽ? യാസ്മിൻ ഇറക്കിയത്. ഈ 2 ലക്ഷത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. മക്കളെ നോക്കിക്കോണേ, അഡീഷണൽ ക്യാപിറ്റൽ 2 ലക്ഷം ഇറക്കി. ഈ 2 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം? 5% ഇൻട്രസ്റ്റ് കൊടുക്കണം. ഫുള്ള് കൊടുക്കണോ? വേണ്ട. ജൂലൈ 1-ാം തീയതി ഇറക്കിയത്, നേരത്തെ നമ്മുടെ സെമീറിൻ്റെ കേസ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? 9 മാസത്തേക്ക് കൊടുത്താൽ മതി. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 5% നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 കിട്ടും. ഈ 10,000 മുഴുവൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് 9 മാസത്തേക്കൊക്കെ 9/12 അല്ലെങ്കിൽ 12 ഡിവൈഡ് ചെയ്തിട്ട് 9 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും നമുക്ക്? 7,500 അല്ലേ? 7,500. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 57,500 നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? 57,500 നമ്മുടെ യാസ്മിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കേസ് ക്ലിയർ ആണല്ലോ. 57,500 നമ്മുടെ യാസ്മിന് കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ചെയ്യാനുള്ളത്. ഇവർ ചെയ്തോടത്ത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആൻസറിൽ മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ മിസ്റ്റേക്കാണ്. ക്ലിയർ? നെക്സ്റ്റ് ഡ്രോയിങ്സ് മക്കളെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞു കേട്ടോ, അതാണ് വലിയ ട്രീറ്റ്മെൻറ്റ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ മുതലാളി പിൻവലിക്കുന്ന പൈസയാണ് അല്ലേ? മുതലാളി എങ്ങാനും പൈസ പിൻവലിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പൈസ ഇനി മുതലാളിക്ക് കൊടുക്കണോ? വേണ്ട. അപ്പം മുതലാളി ഡ്രോയിങ്സ് കുറച്ച് കഴിഞ്ഞാൽ, ഡ്രോയിങ്സ് പിടിച്ചു കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് മുതലാളിയുടെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കാം. മുതലാളിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് കുറയ്ക്കാനാണെങ്കിലും ഏത് സൈഡ് കൊണ്ടിട്ടാൽ മതി? ഇതാ ഇപ്പുറത്തിട്ടാൽ മതി. ടു ഡ്രോയിങ്സ് കണ്ടോ? അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റിലിടാം, മുതലാളിക്ക് കൊടുക്കാനുള്ളതൊക്കെ ക്രെഡിറ്റിലിടാം. അപ്പോൾ കൂട്ടാനുള്ളതൊക്കെ ക്രെഡിറ്റിലും കുറക്കാനുള്ളതൊക്കെ ഡെബിറ്റിലും. ഞാനത് എങ്ങനെ കൂട്ടി കുറക്കാമെന്നുള്ള എനിക്ക് പറഞ്ഞുതരും ലാസ്റ്റ്. അപ്പോൾ ഡ്രോയിങ്സ് മുതലാളി പിൻവലിച്ച പൈസ എത്രയാണ് മക്കളെ? ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട്
30,000 രൂപ നമ്മുടെ സമീറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കണം. കാരണം പിൻവലിച്ചില്ലേ. 20,000 രൂപ നമ്മുടെ യാസ്മിനും പിൻവലിച്ചു, കുറയ്ക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, സമീറിൻ്റെ നിന്ന് 30,000 കുറയ്ക്കുകയാണ്, യാസ്മിൻ്റെ നിന്ന് 20,000 കുറയ്ക്കുകയാണ്. കണ്ടോ, കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തിരുന്നത്. അതെങ്ങനെ കുറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് അടുത്ത ഐറ്റം എന്താ നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സാണ്. ഇതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തു കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, മുതലാളി പിൻവലിച്ച പൈസ, ആ പിൻവലിച്ച പൈസക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് തരണം. മക്കളെ, ഞാൻ മുതലാളിയോട് പറയാണ്, ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് വേണ്ട. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് എങ്ങനെ പറഞ്ഞായിരുന്നേ, മുതലാളി ഡ്രോയിങ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രോയിങ്സിൻ്റെ പകരമായിട്ട് മുതലാളി ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് തരണം. അപ്പോൾ നമ്മൾ മുതലാളിയോട് പറയാണ്, ഇങ്ങോട്ട് തരണ്ട. ഞങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് എങ്ങനെ പറയുന്നത്, ഇങ്ങോട്ട് തരണ്ട, നിങ്ങൾക്ക് തരാനുള്ള പൈസയിൽ നിന്ന് കുറയ്ക്കും. അങ്ങനെ പറഞ്ഞാൽ പോരേടാ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് 10,000 രൂപ ഞാൻ തരാണ്ട്. നിങ്ങൾ എന്നോട് പറയാണ്, ആ 10,000 രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തരണ്ട, നിങ്ങൾക്ക് തരാനുള്ള നിന്ന് 10,000 കുറക്കുമെന്ന് പറഞ്ഞാൽ പോരെ. സിമ്പിളല്ലേ ഇത്, കത്തിയില്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇത് പറയാൻ പറ്റുക, ഡ്രോയിങ്സ് അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതാ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, മുതലാളി ഇങ്ങോട്ട് തരണ്ട, മുതലാളിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് കുറയ്ക്കും. ഒന്ന് നോക്കിയടാ, മുതലാളിക്ക് നമ്മൾ കൊടുക്കാനുള്ള പൈസയാണ് ഇത് രണ്ടും അല്ലേ. സമീറിന് കൊടുക്കാനുള്ളതാണ് 86,250, യാസ്മിന് കൊടുക്കാനുള്ളതാണ് 57,500. അതിനാണ്ട് കുറച്ചാൽ പോരെ. ആ പൈസ കൊടുക്കാളി ഇങ്ങോട്ട് തരാനുള്ള പൈസ കുറച്ചാൽ പോരെ, മതി. അതുകൊണ്ട് അപ്പുറത്തിടുന്നത്. ക്ലിയർല്ലേ പോയിന്റ്? യെസ്. അപ്പോൾ എന്തെങ്കിലും പൈസ കുറയ്ക്കാണ്ടെങ്കിൽ ഡെബിറ്റ് കൊണ്ടിടുക. അപ്പോൾ ഡ്രോയിങ്സ് മുതലാളി പിൻവലിച്ചതുകൊണ്ട് ആ പൈസ ഇനി കൊടുക്കണ്ട. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മുതലാളി ഇങ്ങോട്ട് തരാനുള്ളതാണ്, അതിന് ഇങ്ങോട്ട് തരണ്ട, ഞങ്ങൾ അങ്ങോട്ട് തരാളിൽ നിന്ന് കുറച്ചോളാം. ക്ലിയർല്ലേ പോയിന്റ്? ഈസി അല്ലേ ഇത്, സിമ്പിൾ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇപ്പുറത്തുനിന്ന് മനസ്സിലായല്ലോ അല്ലേ. ഡ്രോയിങ്സ് മുതലാളി പിൻവലിച്ചതുകൊണ്ട് ഇനി അത് പൈസ കൊടുക്കണ്ട, അത് കുറയ്ക്കാം. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മുതലാളി ഇങ്ങോട്ട് തരാനുള്ള പൈസയാണ്, അത് ഇങ്ങോട്ട് തരണ്ട, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് കുറച്ചോളാം. ക്ലിയർല്ലേ പോയിന്റ്? വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കുറയ്ക്കാൻ പോവാണ്. എത്ര രൂപ ഉണ്ട്? ഇതാ അവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമ്മൾ കെയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. 1,800 രൂപ ഇവിടെയും 1,200 രൂപ ഇവിടെയുണ്ട്. അപ്പോൾ സമീർ 1,800 രൂപ ഇങ്ങോട്ട് തരണ്ട, ഞങ്ങൾ കുറച്ചോളാം, ഇപ്പുറത്തിടും, ഞങ്ങൾ ഡെബിറ്റിൽ ഇട്ടോളാം, നിങ്ങൾ ഇങ്ങോട്ട് തരണ്ട. 1,200 രൂപ യാസ്മിന്, ഞങ്ങൾ ഡെബിറ്റിൽ ഇട്ടോളാം, ഇങ്ങോട്ട് തരണ്ട. ക്ലിയർല്ലേ പോയിന്റ്? അങ്ങോട്ട് തരാളിൽ നിന്ന് കുറച്ചോളാം. ക്ലിയർ. നെക്സ്റ്റ് ഇനി എന്താ അടുത്തത്, സാലറി. നോക്കിയേ, സാലറി അങ്ങോട്ട് കൊടുക്കാനുള്ളല്ലേ മക്കളെ, പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ലേ. ഇവിടെ ആർക്ക് മാത്രമാണ് സാലറി ഉള്ളത്? ഇവിടെ 20,000 സാലറി. ആർക്കുള്ളതാണ്? സമീർ. അപ്പോൾ സമീറിന് അങ്ങോട്ട് സാലറി കൊടുക്കണം. നോക്കിക്കോ, അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ അവിടെ എഴുതാം, ബൈ സാലറി. സമീറിൻ്റെ മാത്രം എഴുതിയാൽ മതി 20,000. യാസ്മിന് സാലറി ഇല്ല, വർക്കിംഗ് പാർട്ണർക്ക് സാലറി കൊടുക്കുകയുള്ളൂ, അതുകൊണ്ടായിരിക്കാം. നെക്സ്റ്റ് അടുത്തത്, ഇനി ആരാണ് അടുത്തത്? കമ്മീഷനാണ് അല്ലേ. കമ്മീഷൻ രണ്ടാക്കുണ്ട്, സമീറിന് 10,000, യാസ്മിന് 7,000. ഇത് അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ലേ. അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ ക്രെഡിറ്റിൽ. ക്ലിയർല്ലേ പോയി? നമ്മൾ പഠിച്ചില്ലേ അത്, അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ ക്രെഡിറ്റിൽ. അപ്പോൾ നമ്മളിവിടെ എഴുതാണ് ബൈ കമ്മീഷൻ. സമീറിന് എത്ര രൂപ അങ്ങോട്ട് കമ്മീഷൻ കൊടുക്കാനുണ്ട്? സമീറിന് കൊടുക്കാനുള്ള കമ്മീഷൻ 10,000, യാസ്മിന് കൊടുക്കാനുള്ള കമ്മീഷൻ 7,000. ചെക്ക് ചെയ്താൽ മനസ്സിലാവും. സമീറിന് 10,000 കമ്മീഷൻ ഉണ്ട്, യാസ്മിന് 7,000 കമ്മീഷൻ ഉണ്ട്. ഈസി അല്ലേ ഇത്? ഇനി നമുക്കൊരു കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ അവിടെ നിൽക്കുന്നുണ്ട്, ഷെയറിൻ ലോസ്. ഈ വർഷം നഷ്ടമാണ്, അതും കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് വന്നില്ല. ഈ വർഷം നഷ്ടമാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം വേണ്ടത്, അവരിൽ നിന്ന് കുറയ്ക്കണം വേണ്ടത്. കമ്പനിക്ക് നഷ്ടമുണ്ടെങ്കിൽ ആ നഷ്ടം പാർട്ട്നേഴ്സ് സഹിക്കണം, ഏറ്റെടുക്കണം. അതുകൊണ്ട് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ കുറയ്ക്കും. അപ്പോൾ ലോസ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കും അല്ലേ. നമുക്ക് നോക്കാം. 60,000 ആര് ഏറ്റെടുക്കണം? നമ്മുടെ സമീർ ഏറ്റെടുക്കണം. 40,000 യാസ്മിൻ ഏറ്റെടുക്കണം. ഇതൊന്നും നമ്മളെ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കില്ല, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതാണ് 2 ഷെയറിൻ ലോസ്. ഇങ്ങനെ എഴുതിയാൽ മതി, ലോസിലുള്ള ഷെയർ. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 60,000 രൂപ സമീറിൻ്റെ നിന്ന് കുറയ്ക്കും, യാസ്മിൻ്റെ നിന്ന് നഷ്ടം വന്നിട്ടുള്ള 40,000 കുറയ്ക്കും. മൊത്തം 1,00,000 ലോസ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ആയി. ഇനി ഇത് ബാലൻസ് ചെയ്താൽ മതി. ഇത് ബാലൻസ് ചെയ്താൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടും കഴിഞ്ഞു, നമ്മുടെ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് കംപ്ലീറ്റ് ആയി. ഈസി അല്ലേ ഇത്? ഓക്കെ, നിങ്ങളെ JF-ൻ്റെ കോളം കൂടെ എക്സാമിന് വരയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും, വരച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് 57,500 പ്ലസ് 7,000 നോക്കുമ്പോൾ 64,500 നമ്മുടെ യാസ്മിൻ്റെ കോളത്തിൽ ഇവിടെ വരുന്നത്. 64,500 ക്ലിയർ. എന്നാൽ ഈ സൈഡ് നോക്കുമ്പോൾ അതിനേക്കാളും കൂടുതലുണ്ടല്ലേ, നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ നോക്കുകയാണ്. ആദ്യം സമീറിൻ്റെ കോളം ക്ലോസ് ചെയ്യാം നമുക്ക്, പിന്നെ യാസ്മിനിലേക്ക് വരാം. സമീറിൻ്റെ കോളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏതാ വലുത്? രണ്ട് സൈഡ് നോക്കാം. ഡെബിറ്റിൽ 30,000 പ്ലസ് 60,000 പ്ലസ് 1,800 91,800 വരുന്നുണ്ട്.
മറ്റോടത്ത് 86,250 പ്ലസ് 20,000 പ്ലസ് 10,000 1,16,250. ഏതാ വലുത് നോക്കണം. സെമീറിൻ്റെ കോളത്തിൽ ക്രെഡിറ്റിലാണ് വലുത്. അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? സെമീറിന് 1,16,250 കൊടുക്കാണ്ടെന്നാ. എങ്ങനെ കൊടുക്കാണ്ട്? സെമീറിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 86,250 കൊടുക്കാനുണ്ട്, 20,000 സാലറി കൊടുക്കാനുണ്ട്, 10,000 കമ്മീഷൻ കൊടുക്കാണ്ട്, 1,16,250 രൂപ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? സെമീറിന് കൊടുക്കാനുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പഠിപ്പിച്ച ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റ് പറയാണ്. ഈ 30,000 കൊടുക്കണ്ട, കുറയ്ക്കാം. നീ പിൻവലിച്ചതല്ലേ, അത് കുറയ്ക്കും ഞങ്ങൾ. സോ 1,16,250 ആ 30,000 ഞങ്ങൾ കുറച്ചു 86,250 ഓക്കെ. പിന്നെ 1,800 റുപ്യ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് ഇങ്ങോട്ട് തരാനുള്ള പൈസയാണ്, നീ തരണ്ട, ഞങ്ങൾ കുറച്ചോളാം. അപ്പോൾ 1,800 നമ്മൾ കുറയ്ക്കുകയാണ്, അത് കുറച്ചു. പിന്നെ ലോസ് 60,000 നീ ഏറ്റെടുക്കണം, അതും ഞങ്ങൾ ഇത് കുറച്ചോളാം. അപ്പോൾ -60,000 അതും കൂടെ കുറച്ചു. അങ്ങനെയാണെങ്കിൽ 24,450 ഇവിടെ വരിക. ഈ വലുത് 2 സൈഡിൽ എഴുതണം കേട്ടോ, അത് മറക്കരുത്. 1,16,250 മക്കളെ. ഈ 1,16,250 ഈ 3 എമൗണ്ട് കുറയ്ക്കണം. അതങ്ങനെ കാണാതെ പഠിച്ചാൽ പോരാ നമ്മൾ. എന്തുകൊണ്ട് കുറയ്ക്കണം മനസ്സിലായല്ലോ അല്ലേ? അതേപോലെ യാസ്മിൻ്റെ നോക്കാം. യാസ്മിൻ്റെ ഏതാ വലുത്, ഏത് സൈഡാണ് വലുത് നോക്കാം. നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ സൈഡാണ് വലുത്. ഇവിടെ 20,000 രൂപ ഡ്രോയിങ്സ്, 1,200 രൂപ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, 40,000 രൂപ ലോസിൻ്റെ ഷെയർ. ഇവിടെ 61,200 വരുന്നുണ്ട്. 61,200 അല്ലേ? അപ്പോൾ 61,200 ഡെബിറ്റിൽ വരുന്നത്. ക്രെഡിറ്റിൽ നോക്കുമ്പോൾ 57,500 പ്ലസ് 7,000 ക്രെഡിറ്റിലാണ് വലുത് അല്ലേ? ക്രെഡിറ്റ് തന്നെയാണ് വലുത്. 64,500. ഈ 64,500 നമ്മൾ ആർക്ക് കൊടുക്കാണ്ട്? നമ്മുടെ യാസ്മിന് കൊടുക്കാണ്ട്. നോക്കിയേ, 57,500 കൊടുക്കാനുണ്ട്, അതേപോലെ 7,000 കമ്മീഷൻ കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ കൊടുക്കാണ്ട് 64,500 കൊടുക്കാണ്ട്. എന്നാൽ നമ്മൾ പറയാണ് ഈ 64,500 മുഴുവൻ ഞങ്ങൾ തരില്ല. അതിൽ നിന്ന് ഈ 20,000 ഡ്രോയിങ്സ് നീ വലിച്ചില്ലേ, അത് ഞങ്ങൾ കുറയ്ക്കും. അതേപോലെ ഈ 1,200 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വലിച്ചില്ലേ, അത് ഞങ്ങൾ കുറയ്ക്കും. പിന്നെ 40,000 രൂപ ലോസ് ഏറ്റെടുക്കണം. അങ്ങനെ 3,300 ബാക്കി ഉണ്ടാവുള്ളൂ, അത് തരും. ഇതിനെ വിളിക്കുന്ന പേരാ മക്കളെ ടു ബാലൻസ് C/D എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ പോയിന്റ്? യെസ്, ഇതാണ് ഈ ഭാഗത്ത്. നമ്മളിനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ആ ഫോർമാറ്റ് വരച്ചിട്ട് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ആക്കിയാൽ മതി. രണ്ട് അക്കൗണ്ടും കൂടെ, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും പഠിച്ചില്ലേ നമ്മൾ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതിനോട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡായി. നമുക്ക് അതൊന്ന് വരയ്ക്കാം കേട്ടോ, അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പം ഞാനത് ചെയ്യാൻ പോവാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോർമാറ്റൊക്കെ സെയിം. ഡേറ്റ് കോളം കൊടുക്കാം, പിന്നെ പർട്ടിക്കുലേഴ്സിൻ്റെ കോളം കൊടുക്കാം, പിന്നെ JFൻ്റെ കോളം കൊടുക്കുന്നത് നല്ലതാണ്. JFൻ്റെ കോളം കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ സെമീറിൻ്റെ കോളം, അതേപോലെ യാസ്മിൻ്റെ കോളം, പിന്നെ ഡേറ്റ് കോളം, പിന്നെ പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ JF, സെമീർ, യാസ്മിൻ. ഒരുപാട് പാർട്ട്നേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ 4 പാർട്ട്നേഴ്സൊക്കെ വരുന്ന സമയത്ത് JFൻ്റെ കോളൊക്കെ നമുക്ക് ഒഴിവാക്കി വിടാം. അത്ര വലിയ ഇമ്പോർട്ടൻസും കൊടുക്കണ്ട, നമ്മുടെ ടോപ്പിക്കിനാണ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ്, JF, സെമീർ, യാസ്മിൻ. ഓക്കെ. പിന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, സെമീർ, യാസ്മിൻ. ഓക്കെ. ഇനി നമ്മൾ തുടങ്ങുകയാണ്. ഒന്നുമില്ല മക്കളെ, സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഫസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ അല്ലേ, ബൈ ബാലൻസ് B/D. നിങ്ങൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയാൽ മതി കേട്ടോ. ബൈ ബാലൻസ് B/D. നമ്മുടെ സെമീർ ആദ്യത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു 15 ലക്ഷം അല്ലേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കിട്ടും. 15 ലക്ഷമാണ് സെമീർ ഇറക്കിയത്. നമ്മുടെ യാസ്മിൻ എത്ര ഇറക്കിയിട്ടുണ്ടായിരുന്നു? 10 ലക്ഷം. അത് ആദ്യം എഴുതി വെക്കുക. ഇതന്നെ നമ്മൾ നേരത്തെ എഴുതിയത്. എന്താ മാറ്റം? അത് രണ്ടും മിക്സ് ആക്കിയാൽ മതി. നേരത്തെ എഴുതിയതും ഇപ്പോൾ എഴുതണം എന്ത് ചെയ്യുക? ഒറ്റ അക്കൗണ്ടിൽ മിക്സ് ആക്കുക. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഒരു അക്കൗണ്ടിൽ മിക്സ് ആക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെ ഇൻഫോർമേഷൻ ഉണ്ട് നോക്കാം. നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ഈ ക്യാപിറ്റൽ എഴുതിയിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതി. ഇനി എഴുതാനുള്ളത് അഡീഷണൽ ക്യാപിറ്റലാണ്. അഡീഷണൽ ക്യാപിറ്റൽ സെമീർ 3 ലക്ഷം ഉണ്ട്, യാസ്മിൻ 2 ലക്ഷം ഉണ്ട്. അപ്പോൾ അത് എഴുതി വെക്കുകയാണ്. അഡീഷണൽ ക്യാപിറ്റൽ. മക്കൾ അഡീഷണൽ ക്യാപിറ്റൽ എഴുതുമ്പോൾ ഞാൻ എന്ത് എഴുതാനാണ് പറഞ്ഞത്? ബൈ ബാങ്ക് അല്ലേ? ബൈ ബാങ്ക്.
ഈ ബൈ ബാങ്ക് എന്ന് എഴുതാൻ കാരണം എന്താണെന്നറിയോ? അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ഇറക്കുമ്പോൾ പൈസ എവിടെ വരിക? ബാങ്കിലാണ് വരിക. അതുകൊണ്ട് ബൈ ബാങ്ക് എന്ന് എഴുതേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാങ്ക് ഡെബിറ്റ്, ഇപ്പോൾ ഓപ്പോസിറ്റ് ബാങ്ക് എഴുതണം. ഇത് നമ്മൾ പഠിച്ചതാണ്, ബാങ്ക് എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് അഡീഷണൽ ക്യാപിറ്റലൊക്കെ വരുമ്പോൾ ബാങ്ക് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ബാങ്കിലേക്ക് എത്ര രൂപ വന്നു? സമീർ 3 ലക്ഷം. ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ? യാസ്മിൻ എത്ര? 2 ലക്ഷം. ഇതന്നെയല്ലേ നേരത്തെ എഴുതിയത്? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഹെഡിങ് കൊടുക്കണം കേട്ടോ, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന്. ഇത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുത്താൽ മതി. കറണ്ട് അക്കൗണ്ട് അല്ല, ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതന്നെയല്ലേ നേരത്തെ എഴുതിയത്? ആണ്. ഇനി നമ്മൾ കറണ്ട് അക്കൗണ്ട് വരയ്ക്കും അല്ലേ? പക്ഷേ ഇവിടെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കേണ്ട. ആ കറണ്ട് അക്കൗണ്ടിലെ കാര്യങ്ങൾ എവിടെ എഴുതിയാൽ മതി? ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയാൽ മതി. ഒറ്റ അക്കൗണ്ട് ഉണ്ടാവുള്ളൂ, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. അപ്പോൾ എക്സാമിന് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ചെയ്താൽ മതി, ഈസി അല്ലേ ചെയ്യാൻ. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാം. എന്തൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ഉള്ളത്? ഫസ്റ്റ് ഐറ്റം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ നോക്കുക? പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള പൈസയാണെങ്കിൽ ക്രെഡിറ്റിൽ എഴുതാം. ഇതാ പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള പൈസയാണ്, ക്രെഡിറ്റിൽ എഴുതുക. ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ തൊട്ട് മുമ്പുള്ള ഭാഗത്ത് നോക്കിയാൽ മതി കേട്ടോ. ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മക്കളെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? എത്രയാണ് സമീറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ഇതാ ഇവിടെ നോക്കിയാൽ കിട്ടും നമുക്ക്. 75,000 പ്ലസ് 11,250 ആയിരുന്നു. 86,250 ആയിരുന്നില്ലേ? 86,250 സമീറിൻ്റെ നമ്മൾ ചെയ്തതാണ്. യാസ്മിൻ്റെ എത്രയാണ്? 57,500. ഇത് രണ്ട് നമ്മളവിടെ എഴുതി വെക്കാൻ പോവാണ്. 86,250 സമീർ, യാസ്മിൻ്റെ 57,500. ഓക്കെ, ഈസി അല്ലേ ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കേസ് എന്താണെന്നറിയോ? നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബൈ സാലറി അല്ലേ? സാലറി 20,000 രൂപ ആർക്കുണ്ട്? സമീർ. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അത് ഇവിടെ എഴുതണം. കൊടുക്കാനുള്ള പൈസ ഒക്കെ ക്രെഡിറ്റിൽ എഴുതണം. പിന്നെ എന്താ ഉണ്ടായിരുന്നത്? കമ്മീഷൻ ഇല്ലേ? ബൈ കമ്മീഷൻ. നിങ്ങൾ നോക്കിക്കോളുക, ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. ബൈ കമ്മീഷൻ. സാലറി കമ്മീഷൻ 2 അക്കൗണ്ട് അല്ലേ? നമുക്ക് നോക്കാം. സാലറി ഞാൻ എഴുതി. സാലറി ആർക്കുള്ളത്? ഇതാ സാലറി. സാലറി 20,000 രൂപ ആർക്ക് മാത്രമേ ഉള്ളൂ? സമീർ. കമ്മീഷൻ 2 ആക്കുണ്ട്. സമീറിന് 10,000, യാസ്മിന് 7,000. ഞാൻ എഴുതുകയാണ്, സമീറിന് 10,000, യാസ്മിന് 7,000. 10,000 രൂപ സമീർ, 7,000 രൂപ യാസ്മിൻ. നെക്സ്റ്റ് നമുക്കുള്ളത് ഇനി എന്താ ഐറ്റംസ് ഉള്ളത് നോക്കാം കേട്ടോ. ഇനി ഉള്ളത് ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് പാർട്ണേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കല്ലേ? കുറയ്ക്കുമ്പോൾ നമ്മൾ ഡെബിറ്റിൽ എഴുതണം. പഠിച്ചതല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ണേഴ്സ് ഇങ്ങോട്ട് തരാനുള്ളതല്ലേ? ഇങ്ങോട്ട് തരണ്ട, ഞങ്ങളത് കുറച്ചോളാം. നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള ആ ഭാഗത്ത് നമ്മളത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഡെബിറ്റിൽ എഴുതാം. നമുക്ക് നോക്കാം എത്രയാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് സമീറിൻ്റെ നിന്ന് 30,000 കുറയ്ക്കണം, യാസ്മിൻ്റെ നിന്ന് 20,000 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കുറയ്ക്കാം അതല്ലേ? സമീറിൻ്റെ നിന്ന് 30,000 കുറയ്ക്കാം. ഇവിടെ എഴുതാം ടു ഡ്രോയിങ്സ്. 30,000 സമീറിൻ്റെ നിന്ന് കുറയ്ക്കുക, 20,000 ആയിരത്തിൽ നിന്ന് കുറയ്ക്കുക, യാസ്മിൻ്റെ നിന്ന് കുറയ്ക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്, അതും ഇവിടെ എഴുതുക. എന്തിനാ മക്കളെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ എഴുതിയത്? പാർട്ണേഴ്സ് ഇങ്ങോട്ട് തരാനുള്ള പൈസയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പൈസ പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ട്. സോ ഇങ്ങോട്ട് തരണ്ട, ഞങ്ങൾ കുറച്ചോളാം. കുറയ്ക്കാനുള്ളതൊക്കെ ഡെബിറ്റിൽ. ക്ലിയർ? യെസ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ് മക്കളെ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ എമൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800 സമീർ, 1,200 യാസ്മിൻ. അപ്പോൾ 1,800 രൂപ സമീറിൻ്റെ നിന്ന് കുറയ്ക്കും, 1,800 രൂപ സമീറിൻ്റെ നിന്ന് കുറയ്ക്കും, 1,200 രൂപ യാസ്മിൻ്റെ നിന്ന് കുറയ്ക്കും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒരു ഐറ്റം കൂടെ അവിടെ ബാക്കിയുണ്ട്. എന്താണത്? ലോസിൻ്റെ ഷെയർ. ലോസ് അതവർ ഏറ്റെടുക്കണം. സമീർ 60,000 സമീർ ഏറ്റെടുക്കണം, 40,000 യാസ്മിൻ ഏറ്റെടുക്കണം. സോ അതും നമ്മൾ പാർട്ണേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ നമ്മളിവിടെ എഴുതുകയാണ് ടു ഷെയർ ഇൻ ലോസ്. ഇവിടെ എഴുതാണ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഷെയർ ഇൻ ലോസ്. 60,000 സമീറിൻ്റെ നിന്ന് കുറച്ചു, 40,000 ആരിൽ നിന്ന് കുറച്ചു, യാസ്മിൻ്റെ നിന്ന് കുറച്ചു. ക്ലിയർ? ഇനി നമ്മളിത് ബാലൻസ് ചെയ്യാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇനി ഇവിടെ ശ്രദ്ധിച്ചോളാം കേട്ടോ. എന്താണ് ഈ ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റ്? നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? കംപ്ലീറ്റ് ഇവിടെ ക്ലിയർ ആണ്. നോക്കാം. ആദ്യം നമ്മൾ സമീറിൻ്റെ നോക്കുകയാണ്. സമീർ 15 ലക്ഷം ഇറക്കി അല്ലേ? 15 ലക്ഷം പ്ലസ് പിന്നെ സമീർ 3 ലക്ഷം അഡീഷണൽ ആയിട്ട് ഇറക്കി അല്ലേ? 3 ലക്ഷം പ്ലസ് സമീറിന് 86,250 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം അല്ലേ? ക്യാപിറ്റലിൻ്റെ പലിശ കൊടുക്കണം. പഠിച്ചതല്ലേ? കൊടുക്കാനുള്ളത് പ്ലസ് 86,250. പിന്നെ 20,000 രൂപ സാലറി കൊടുക്കണം. ഓക്കെ, പ്ലസ് 20,000. ഇനി 16,000 രൂപ കമ്മീഷൻ കൊടുക്കണം. ഓക്കെ, പ്ലസ് 10,000. 15 ലക്ഷം ആദ്യം കൊടുക്കാനുണ്ട്, പിന്നെ 3 ലക്ഷം കൊടുക്കാനുണ്ട്,
പിന്നെ 86,250 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ 20,000 രൂപ നമ്മുടെ സാലറി ഉണ്ട്. അതേപോലെ 10,000 രൂപ നമുക്ക് എന്ത് കൊടുക്കാണ്ട്, കമ്മീഷൻ കൊടുക്കാണ്ട്. അങ്ങനെ 19 ലക്ഷത്തി, നോക്കിക്കോണേ, 16,250 റുപ്യ സെമീറിന് കൊടുക്കാണ്ട്. അത് രണ്ട് സൈഡിൽ എഴുതുക. അത് തന്നെയാണ് വലുതാണ് രണ്ട് സൈഡിൽ എഴുതുന്നത് കേട്ടോ. ഇത്രയും പൈസ സെമീറിന് കൊടുക്കാണ്ട്. എന്നാൽ ഈ 60,000 നമുക്ക് കുറയ്ക്കാം. ലോസ് അല്ലേ, ഏറ്റെടുത്തോ, കുറയ്ക്കാം. അതുകൊണ്ട് ഡെബിറ്റിലിട്ടു. ഈ 1,800 നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് അതും കുറച്ചു. ഈ 30,000 ഡ്രോയിങ്സും കുറയ്ക്കാം, അതും കുറച്ചു. ബാക്കി 18,24,450 റുപ്യ അത് കൊടുക്കണം. അത് ടു ബാലൻസ് CBRD. അതാണ് ഇനി നമ്മൾ സെമീറിന് കൊടുക്കാനുള്ള പൈസ. 18,24,450. അതേപോലെ യാസ്മിനും ചെയ്യാം. യാസ്മിന് 10 ലക്ഷം രൂപ ആദ്യം കൊടുക്കാണ്ട്. ഇറക്കിയ 10 ലക്ഷം കൊടുക്കണം. പ്ലസ് 2 ലക്ഷം രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊടുക്കാണ്ട്, 2 lakh. പ്ലസ് 57,500 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാണ്ട്, 57,500. പ്ലസ് 7,000 രൂപ എന്ന് കൊടുക്കാനുണ്ട്, കമ്മീഷൻ കൊടുക്കാണ്ട്. 7,000 കമ്മീഷൻ. അങ്ങനെ 12,64,500 കൊടുക്കാണ്ട്. 12,64,500. ഇത് രണ്ട് സൈഡിൽ എഴുതാം. എന്നാൽ ഈ 40,000 കൊടുക്കണോ, വേണ്ട, അത് കുറയ്ക്കുക. ലോസ് ഏറ്റെടുത്തു. ഈ 1,200 കൊടുക്കണോ, വേണ്ട, അത് കുറയ്ക്കുക, അത് ഏറ്റെടുത്തു. ഈ 20,000 യാസ്മിന് കുറക്കണം, കാരണം ഡ്രോയിങ്സ് ആണല്ലോ, പിൻവലിച്ചു, അതും കുറക്കുക. അങ്ങനെയാണെങ്കിൽ 12,03,300 റുപ്യ ഇനി കൊടുക്കാണ്ടാവും. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും കഴിഞ്ഞു, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും കഴിഞ്ഞു. ഇനി വളരെ സിമ്പിളായിട്ട് ഇതിന് രണ്ടിൻ്റെ ഡിഫറൻസിൻ്റെ തിയറി എക്സാമിന് ചോദിക്കും. അതും കൂടെ ക്ലിയർ ചെയ്ത് നമുക്ക് ഈ ടോപ്പിക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. സിമ്പിളല്ലേ ഇത്, വളരെ ഈസിയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറി പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളാം, നിങ്ങൾ എക്സാമിന് നിർബന്ധമായിട്ട് ഇത് പഠിച്ചോണം. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. നമ്പർ ഓഫ് അക്കൗണ്ട്സ്. എത്ര അക്കൗണ്ട്സ് വേണം? 2 അക്കൗണ്ട്. ഏതൊക്കെ അക്കൗണ്ട്? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ണേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. ഇനി മറക്കൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലാസ്റ്റ് തിയറി പറയാമെന്ന്. അതാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ണേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒറ്റ അക്കൗണ്ട്. ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഉള്ളി. രണ്ടും ഒന്നിലാണ് ട്രീറ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിലാണോ ചെയ്യുക? അല്ല, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം. നോക്കിക്കോണേ, ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ക്യാപിറ്റൽ അക്കൗണ്ടിൽ, അല്ലാത്ത എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കറണ്ട് അക്കൗണ്ടിൽ. നോക്കിക്കോണേ, ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഡ്രോയിങ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർ മെയ്ഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ട്, നോട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഒഴികെയുള്ള എല്ലാം. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ ഡ്രോയിങ്സ്, അതുപോലെ സാലറി, കമ്മീഷൻ, ലോസ് ഷെയറായിട്ട് ഏറ്റെടുക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ആക്ച്വലി ഏത് അക്കൗണ്ടിൽ എഴുതുക? കറണ്ട് അക്കൗണ്ടിൽ. ക്യാപിറ്റലൊക്കെ എല്ലാം ഏത് അക്കൗണ്ടിൽ എഴുതുക? ക്യാപിറ്റൽ അക്കൗണ്ടിൽ. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഏത് അക്കൗണ്ടിൽ എഴുതും? ഫ്ലക്ച്വേറ്റിങ്ങിൽ ക്യാപിറ്റൽ അക്കൗണ്ട്. അവിടെ ഒറ്റ അക്കൗണ്ട് ഉള്ളൂ, പിന്നെ എല്ലാം അതിൽ കൊണ്ട് എഴുതിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫിക്സഡ് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒരിക്കലും എന്താവില്ല, ചേഞ്ച് ആവില്ല. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചേഞ്ച് ആവില്ല എന്ന് പറയാൻ കാരണം അഡീഷണൽ ആയിട്ടൊരു ക്യാപിറ്റൽ ഇറക്കുമ്പോൾ കൂടും. നമ്മൾ പഠിച്ചതാണ്, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ പിൻവലിക്കണം. അതായത് ഒരാൾ 10 ലക്ഷം ഇറക്കി, ആ 10 ലക്ഷത്തിലേക്ക് അഡീഷണൽ ആയിട്ട് 2 ലക്ഷം കൂടെ ഇറക്കുമ്പോഴാണ് അത് ചേഞ്ച് ആവുക, 12 ലക്ഷം ആവുക. അല്ലെങ്കിൽ ആ 10 ലക്ഷം മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും അതിൽ എഴുതൂലല്ലോ. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ എക്സ്ട്രാ കയറുള്ളൂ, അല്ലെങ്കിൽ പഴയ ക്യാപിറ്റലിൽ അതിലുണ്ടാവും. അതുകൊണ്ട് ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ആവില്ല. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താവും? ചേഞ്ച് ആവും. കാരണം എന്താണെന്നറിയോ? അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കയറി വരും, സാലറി കയറി വരും, കമ്മീഷൻ കയറി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ അതിങ്ങനെ മാറി വരാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ മക്കളെ, ഈ പോയിന്റ്. അതായത് ഒരാൾ 10 ലക്ഷം ഇറക്കി, വേറെ ഒന്നും എഴുതില്ലെങ്കിൽ 10 ലക്ഷം തന്നെയല്ലേ ബാലൻസ് ഉണ്ടാവുക. അഡീഷണൽ ആയിട്ട് ഇറക്കുന്ന സമയത്തല്ലേ ബാലൻസ് ചേഞ്ച് ആവുള്ളൂ, അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ പിൻവലിക്കുമ്പോഴല്ലേ ബാലൻസ് ചേഞ്ച് ആവുള്ളൂ, അല്ലെങ്കിൽ അത് ചേഞ്ച് ആവില്ല. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കാരണം അതിലെല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും എഴുതും, പല അഡ്ജസ്റ്റ്മെൻറ്റും പല ഇയേഴ്സിലുണ്ടാവും. ക്ലിയർ. നെക്സ്റ്റ്, ക്രെഡിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ക്രെഡിറ്റ് ബാലൻസ് ആവാൻ അതിൽ ക്യാപിറ്റൽ മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ്, ലാബിലിറ്റിയാണ്. സോ ക്യാപിറ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് അത് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്നാൽ ഇവിടെ ഡെബിറ്റ് ബാലൻസും ഉണ്ടാവും, ക്രെഡിറ്റ് ബാലൻസും. അതിൻ്റെ കാരണം എന്താ? ഇവിടെ ചിലപ്പോൾ ഡെബിറ്റിലേക്കാരും കൂടുതൽ ഉണ്ടാവുക.
ചിലപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതുമ്പോൾ ചിലപ്പോൾ ഡെബിറ്റ് കൂടും, ചിലപ്പോൾ ക്രെഡിറ്റ് കൂടും. അപ്പോൾ ഡെബിറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആവും, ക്രെഡിറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആവും. ഇത് പഠിക്കാൻ നമുക്ക് ആ 2 അക്കൗണ്ട് പഠിച്ചാൽ മതി. ഇത്ര നിങ്ങൾ പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.